നിങ്ങളാണോ കേരളത്തിൽ നിന്ന് വന്നു പറഞ്ഞേ? അതെ ഡോക്ടർ, വിഷ്ണുവിന്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഞാനായിരുന്നു. അവയവദാനത്തിനായി അവന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പിട്ടത് ഞാനായിരുന്നു. വൈരമുത്ത് എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. ഡോക്ടർ, സോറി, ഞങ്ങൾക്ക് വേണ്ടത് ആ ഡെത്ത് സർട്ടിഫിക്കറ്റാ. അത് കിട്ടിയ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകായിരുന്നു. അന്ന് ഞങ്ങള് ശ്രീകുമാർ എന്ന പേരില ഇവിടെ അഡ്മിറ്റ് ആയിരുന്നത്. അത് ഇക്കാര്യത്തിന് ഒരു രഹസ്യ സ്വഭാവം വേണമെന്ന് വിഷ്ണു പറഞ്ഞിരുന്നതുകൊണ്ടാ അന്ന് അങ്ങനെയൊന്ന് പേര് മാറ്റിയത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ അതൊരു വിഷയമാകൂ ഡോക്ടർ? ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ അങ്ങനെ തന്നെയാണ് പേര് കൊടുത്തതെങ്കിലും വിഷ്ണുവിന്റെ പേര് തന്നെയാ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പേര് മാറ്റിയാണ് ശസ്ത്രക്രിയ നടത്തിയതെങ്കിലും പേഷ്യന്റ് മരിച്ചുപോയതിനാൽ യഥാർത്ഥ പേര് തന്നെയാ ഞാൻ ഫയലിൽ എഴുതി ചേർത്തത്. കാരണം തെറ്റായ പേര് കൊടുക്കുന്നത് മരിച്ച ആളോടുള്ള അനാദരവല്ലേ? വളരെ ഉപകാരം ഡോക്ടർ. ഇനി ഇത് ഞങ്ങൾക്ക് കിട്ടാനായി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓഫീസിലേക്ക് ചെന്നാൽ മതി, ഞാൻ ഫയല് അങ്ങോട്ട് അയച്ചോളാം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ഫുൾ കോപ്പി കിട്ടും. അതുപോലെ? വളരെ ഉപകാരം ഡോക്ടർ, കാര്യങ്ങൾ ഇത്രയും ഈസി ആക്കി തന്നതിന്. അതിന് നന്ദി പറയേണ്ടത് വൈരമുത്തുവിനോടാ. കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്കിവിടെ അതിന്റെ ഫയൽ എടുക്കാൻ പറ്റി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വരാം. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എന്താണെങ്കിലും ചെയ്തു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. മാഡം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കുമാരേട്ടന്റെ ഒരു സഹായം എനിക്ക് വേണം. ആ സഹായം എനിക്ക് കിട്ടിയാലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നെപ്പോലെ ഒരാൾക്ക് ഇതിൽ പരം സന്തോഷം വരാനുണ്ടോ? മാഡം പറഞ്ഞോളൂ. എന്ത് കാര്യമായിരുന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പുറത്തുനിന്ന് കീർത്തി ഹോസ്പിറ്റലിനെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും ആർക്കും സാധിക്കും. പക്ഷേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കണമെങ്കിൽ പുറത്തു നിന്നിട്ട് കാര്യമില്ല. എന്തെല്ലാം തട്ടിപ്പുകളാണോ അവിടെ നടക്കുന്നത് അതിന്റെ ഒപ്പം അതിന്റെ ഭാഗമായി നമ്മളും അവിടെ വേണം. ജില്ലാ കളക്ടർ ശാലിനിയായിട്ടല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരാളായിട്ട് എനിക്ക് ആ ഹോസ്പിറ്റലിനുള്ളിൽ കയറിപ്പറ്റണം. അതിനെന്താ വഴി? കാര്യം മനസ്സിലായി. ഹോസ്പിറ്റലിനകത്ത് മാഡത്തിന് ആരുടെയും കണ്ണിൽ പെടാതെ നിൽക്കാനുള്ള ഒരു സ്പേസ് വേണം. അതിന് അവിടെ സർജറിക്കായി അഡ്മിറ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ബന്ധുവായിട്ടോ ബൈസ്റ്റാൻഡർ ആയിട്ടോ അങ്ങനെ ഒരാളായി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണം.